ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടാക്കാം. ബ്രോസ്റ്റ് ഞാൻ ഭയങ്കര കുക്കായിട്ടൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ. പലരുടെയും റെസിപ്പി നോക്കി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് പറയാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീട്ടിലുണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ പറയുന്ന പോലെ പുറത്ത് പോയി കഴിക്കേണ്ട ആ ഒരു ബഡ്ജറ്റ് ആവുകയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആദ്യം തന്നെ വീട്ടിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കണം. കുറച്ച് വീതിയും വിസ്താരവും ഒക്കെ ഉള്ള പാത്രം. നമ്മളിപ്പോൾ 1 കിലോ ചിക്കനാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ പാത്രം എടുക്കാം. വലിയ പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അരക്കപ്പിൽ നിന്ന് ഇത്തിരി കൂടി കൂടുതൽ. അപ്പോൾ പാലെടുത്തിട്ടുണ്ട്. പാൽ നമുക്ക് ഈ പാത്രത്തിലോട് ഫസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം കേട്ടോ ഫസ്റ്റ് ഇതിന്. ഇനി ഒരു 2 സ്പൂൺ വിനാഗിരി സുർക്ക, ഒരു ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ്. ഞാൻ ഗാർലിക്കും ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ആട്ടോ അടിച്ചത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും. അപ്പോൾ ഇത് കാശ്മീരി ചില്ലി ആട്ടോ എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സോയ സോസ് ഇട്ടാ. സോയ സോസും ഒരു ടീസ്പൂൺ തന്നെയാണ്. സോറി, 1 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. അതാ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇനി നമുക്ക് ബേക്കിംഗ് സോഡ വേണം. അതൊരു നുള്ളു മതി. ബേക്കിംഗ് സോഡ കേട്ടോ. നമ്മളത് ഒരു നുള്ളിട്ടിട്ടുള്ളൂ. നമ്മൾ ബേക്കിംഗ് സോഡ, ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർത്താലും മതി കേട്ടോ. മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതിലിനി ചിക്കൻ ഇട്ടിട്ട് നമ്മളൊരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ ഇത് 1 കിലോ സ്കിന്നുള്ള ചിക്കനാട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സ്കിന്നോട് കൂടിയുള്ളതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. ഇനിയിപ്പോൾ സ്കിന്ന് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിന്നൊന്നും വേണ്ട, സാധാരണ നോർമൽ ചിക്കൻ വെച്ച് ചെയ്താലും മതി. നോർമൽ ചിക്കനോ ഓക്കെ. അപ്പം സ്കിന്നോട് കൂടിയ ചിക്കൻ വെച്ചിട്ട് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് 1 കിലോ ആണേ. നമുക്കിതിലോട്ടിടാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുമ്പോഴേ കുറച്ചുകൂടി ഇഷ്ടമായിരിക്കും കുട്ടികൾക്കൊക്കെ. പുറത്ത് പോയി കഴിക്കണേക്കാൾക്ക് അവർക്ക് ഇഷ്ടമായിരിക്കും. നോക്കിക്കോ, ഇപ്പോൾ ഇന്ന് ഫുള്ള് ഇൻട്രസ്റ്റ് ആയി. പിന്നെ വീഡിയോ എടുക്കണ ആരാന്നറിയോ? ക്ലാസ്സിൽ പോവാത്ത ഫൈസ് റഹ്മാൻ. അതിൻ്റെ തൊണ്ടവേദന ഉണ്ടായിരുന്നു, അത് ശരി തന്നെയാണ്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും കുറവുണ്ടായിരുന്നു കേട്ടോ. എഴുന്നേറ്റത് ഉച്ചയ്ക്കാണ്. അപ്പം ഇന്ന് അവൻ ലീവ്. അപ്പോൾ അവനെ കൊണ്ടാണ് ലീവ് എടുപ്പിക്കുന്നത്. അവനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നത്. എനിക്ക് എന്താണെന്നറിയില്ല, 2-3 വീഡിയോ ഇട്ട് ഫുള്ള് മിസ്റ്റേക്സാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. അപ്പോൾ ബാക്കി 2 സ്കൂളിൽ പോയിട്ടുണ്ട്. അവർ വരുമ്പോൾ ഇന്ന് സർപ്രൈസാണ്. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കിയതാണ്. അപ്പോഴേക്കും ആവില്ല, അവർ വന്നിട്ടേ കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് പാച്ചു ജുമാക്കൊക്കെ പോയി വന്ന് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ലഞ്ചൊക്കെ കഴിച്ച് എന്നിട്ട് നമ്മളിത് പുരട്ടി വയ്ക്കുകയാണ്. അവർ വരുമ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യും. രാത്രി ഫ്രൈ ചെയ്യും, അതാണ് ഉദ്ദേശം. അപ്പോൾ എന്തായാലും കുറേ സമയം ഇത് ഫ്രിഡ്ജിൽ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരു 4 മണിക്കൂർ കൂടുതൽ ഇത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഇതിന്ന് ഇങ്ങോട്ട് മാറ്റാട്ടോ. കുറച്ച് ചിക്കൻ നിന്ന് മാറ്റി വെക്കുക, അത്ര ഒന്നും വേണ്ട. അവിടെ പാച്ച സമ്മതിച്ചില്ല കേട്ടോ.
അങ്ങനെ ഫുള്ള് വേണം. അപ്പോൾ ഈ ഒരു മസാല ഉണ്ടല്ലോ, ഈ ഒരു മസാലയിൽ തന്നെ നമുക്ക് ഒരു പേസ്റ്റ് പോലത്തെ ഒരു ഇതുണ്ടാക്കണം. അപ്പോൾ നമുക്ക് അത് ഈ ഒരു മസാലയിൽ തന്നെ ചെയ്യാം. അപ്പോൾ അത് വേസ്റ്റ് ആവില്ല. ഒരു കപ്പ് മൈദ കേട്ടോ, പിന്നെ ഒരു 4-5 സ്പൂണ് കോൺഫ്ലവർ, 1 2 3 4 5. അപ്പോൾ ആ മസാല തന്നെ ആയതുകൊണ്ട് ഗാർലിക് പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നേരത്തെ ചേർത്ത് കൊടുത്തതുണ്ടാവും. പിന്നെ ഒരു 2 എഗ്ഗ് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ് വേണം. നമുക്ക് മിക്സ് ചെയ്യാം, കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. എന്നിട്ട് പോരാത്തതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നോക്കിയിട്ട്, ഇതിലുള്ള വെള്ളത്തിന് നോക്കിയിട്ട് ഇനി എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? അത്യാവശ്യം ഒരു വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമ്മളേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കണം. നമ്മളെ KFCയിൽ നിന്ന് ഭയങ്കര സ്പൈസി ആയിരിക്കും. സ്പൈസി അല്ല, സ്പൈസിയുടെ കളറുണ്ടാവും. കാശ്മീരി ചില്ലി ഉണ്ട്, ആ ഒരു റെഡ് കളർ തന്നെ ഉണ്ടാവും. എന്താണ് ഇവിടെ യുദ്ധ? ഓക്കെ, അപ്പോൾ ഈ ഒരു തിക്നെസ് മതി കേട്ടോ. നോക്കിക്കോ, ഈ ഒരു തിക്നെസ്സിൽ കിട്ടിയാൽ മതി. അല്ലാണ്ട് ലൂസ് വെള്ളം പോലെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് റെഡിയായി. ഇനി നമുക്കിത് മുക്കി പൊരിക്കാനുള്ള ഉണ്ടാക്കണം. ഒരു കപ്പ് മൈദ, ചില്ലി പൗഡർ. നമ്മൾ ഓൾറെഡി കുറേ ചില്ലി പൗഡറൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്തേക്കുക. ഇനിയാണ് നമ്മളെ പരിപാടി. എന്ത്? ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ഇങ്ങനെ പൊടിയിലൊക്കെ തട്ടി മൂട്ടി ഇങ്ങോട്ട് എടുക്കണം. അപ്പം നമ്മൾ ആദ്യം ഒരു പീസ് ലെഗ് പീസ് തന്നെ എടുക്കാം. ബിരിയാണിൻ്റെ എല്ലാവരും കുറേ പേര് കിട്ടും. ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ബ്രോസ്റ്റ് എങ്ങനെയുണ്ട്? അളവിൽ കൂടുതൽ കിട്ടും, കുറേ ഉണ്ട്. ഇതെന്താ മുട്ട ബജിയോ? ആ കമന്റിന് ഇവിടെ പ്രസക്തി ഇല്ല കേട്ടോ. ചീറ്റി വെക്കണം. എനിക്ക് ലുലുവില്ല മയണൈസ് ഒന്ന് തുറന്നടാ. ഇത് ലുലുവിലെ മയണൈസാണ് കേട്ടോ. അതിനൊരു പുളിപ്പാ, എനിക്ക് ഇഷ്ടമല്ല. ഇത് കുറച്ചെടുക്കാം. ചപ്പാത്തി വേണോ ആർക്കേലും? കൊള്ളാം. അങ്ങോട്ട് പറയും. അതെ, KFC എത്ര തൂക്കൂല. എന്നാലും KFC എത്ര മാർക്കരാ? 10ൽ 8. 8ഒക്കെ ഉണ്ടോ? ഒന്നും കുഴപ്പമില്ല. 10,000. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു.
1000-ലെ 10. സൂപ്പർ. അതാണ് ഉദ്ദേശം.